എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോള് ഒരുപാട് വിഷമത്തോടെ അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പിന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുമ്പം അലീന പറയും, ഇല്ല മോളെ, ഞാൻ പോയി കഴിയുമ്പം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കോളും, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ചേച്ചിയുടെ മനസ്സിൽ അച്ഛന് വലിയൊരു സ്ഥാനമുണ്ട് എന്ന് അച്ഛൻ അറിയാം. അതുകൊണ്ട് അത് കളയാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനിപ്പോൾ ഇവിടെ ക്ഷമിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പം ചേച്ചി പോയി കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് വരും. അമ്മ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ എല്ലാം പൊട്ടിക്കും. അച്ഛൻ എല്ലാം ക്ഷമിച്ചിരിക്കുവാണ്. പക്ഷേ ഇനിയും ക്ഷമിക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കില്ല ചേച്ചി, അത് ചേച്ചിക്കും അറിയാലോ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഇല്ല അമ്മ ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാലും അഹങ്കാരമൊന്നും കാണിക്കത്തില്ല, മര്യാദയ്ക്ക് ജീവിച്ചോളും. അതിനുള്ളത് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ബോധവും ബുദ്ധിയും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ചേച്ചി എന്നതാ അമ്മയോട് പറഞ്ഞത്, എല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുക. എന്നിട്ട് അലീന പറയും, ഞാൻ പറഞ്ഞു, ആഗ്രയിലുള്ള ആ ജീവിതം എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ ആരാണ് എന്ന് പറഞ്ഞില്ല, ബാക്കി കാര്യങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് നോക്കിയും കണ്ടും ജീവിച്ചില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകും എന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ചെറിയൊരു പേടി തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലായിരിക്കും എന്ന് പറയുമ്പോഴും കൃഷ്ണമോൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കൃഷ്ണമോൾ പറയുവാണ്, ഇല്ല, ഇതൊന്നും നേരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അലീന പറയുന്നുണ്ട്, മോൾ വിഷമിക്കണ്ട, എന്താണെങ്കിലും വരുന്ന പോലെ വരട്ടെ, നമ്മളതോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തതല്ലേ എന്ന് പറയും. എന്നിട്ട് പറയും, നമ്മൾക്ക് സംസാരിച്ചുകൊണ്ട് കിടക്കാം, മോൾ വാ, ഉറങ്ങുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്കിന്ന് ഉറക്കം വരികയല്ല ചേച്ചി എന്നാണ് കൃഷ്ണമോൾ പറയുന്നത്. ഏതായാലും രണ്ടുപേരോട് കയറി കിടക്കുന്നു. കിടന്നു കഴിയുമ്പോഴേക്കും ആകെ വിഷമമാണ് കൃഷ്ണമോൾക്ക് എന്നറിയുമ്പം അലീന പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു കാലത്ത് പിരിഞ്ഞു പോകേണ്ടവരല്ലേ, അതുകൊണ്ട് മോൾ വിഷമിക്കണ്ടായെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുവാണ്, എനിക്കും ചേച്ചിയുടെ കൂടെ വന്നാൽ മതിയായിരുന്നു, എന്നെ കൊണ്ടാകാൻ പറ്റൂല അല്ലേ, അതെനിക്കറിയാം, എന്നാലും എനിക്ക് വിഷമമാവുകയാണ് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി, എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആരുമില്ല, നമ്മൾ എന്തെങ്കിലും ഇനിയും ഇതുപോലെയൊക്കെ ഒന്നിക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അലീനയ്ക്ക് സങ്കടമാണ്. അലീനയും കരയുന്നൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ കിടന്ന് അവരങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ കാണിക്കുന്നത് രാവിലെ നേരം വെളുക്കുന്നതേ സുനന്ദയുടെ ഭർത്താവ് വരുന്നതാട്ടോ. അങ്ങേര് പോലീസിലാണല്ലോ. രാവിലെ വന്ന് വണ്ടി കൊണ്ട് നിർത്തുന്നു. ഗേറ്റ് തുറക്കാൻ തുടങ്ങുമ്പം ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്. ഫോൺ വിളിക്കാൻ എടുക്കാൻ പോകുമ്പോഴേക്കും ഇത് അലീന കാണും. അലീന ചെന്നിട്ട് ആരായെന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഞാനിങ്ങനെ സുനന്ദയുടെ ഭർത്താവാണെന്ന് പറയുമ്പോഴേക്കും, അയ്യോ ഞാൻ മറന്നുപോയി, എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഗേറ്റ് തുറക്കാവേ എന്ന് പറഞ്ഞ് ഗേറ്റ് തുറക്കുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്നു. അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരും എഴുന്നേറ്റില്ലേ ഇതുവരെ എന്ന്. അന്നേരം എഴുന്നേറ്റിന് തെളിവല്ലേ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ, അത് കൊള്ളാലോ മറുപടി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ റൂം ഏതാ, അതാ കാണുന്നതാണോ എന്ന്. ബാലേന്ദ്രൻ മുകളിലത്തെ റൂമിലേക്ക് മാറിയതൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല. അന്നേരം അലീന പറയും, അതല്ല, ഇപ്പം മുകളിലത്തെ റൂമിലാണ് താമസിക്കുന്നത് എന്ന്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണേ ഞാൻ വിളിക്കാമെന്ന്. അന്നേരം വേണ്ട, ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ചായ കുടിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുവാണ് അലീന. അന്നേരം ചായ കുടിക്കാത്ത ആരാ, എല്ലാവരും ചായ കുടിക്കും, ഞാനും കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. ഏതായാലും അങ്ങനെ മുകളിലോട്ട് കയറി പോയതിൻ്റെയും അലീന ചായ എടുക്കാനായിട്ട് അങ്ങ് പോകും. അവിടെ പോയി ബാലേന്ദ്രൻ്റെ റൂമിൽ തട്ടുന്നു. ബാലേന്ദ്രൻ ഡോറ് തുറന്ന് കഴിഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുക, ഇതെന്താടോ താൻ രാവിലെ തന്നെ ഫുൾ പവറിൽ ഇങ്ങോട്ട്, ഇതെന്ത് പറ്റി, ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ, ഏതായാലും അകത്തേക്ക് കയറി വാ എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, തന്നെ കണ്ടു കിട്ടാൻ പോലുമില്ല, എന്താ ഇവിടെയൊന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ പറയും, എൻ്റെ തിരക്കുകൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്, പിന്നെ അറിയാലോ ട്രാഫിക്കിൽ ജോലി ചെയ്യുന്നവരുടെ തിരക്കോട് തിരക്കാണ്, ഒരു സമയവും ഫ്രീ ആകാൻ പറ്റില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, താൻ ഫ്രീ ആകുന്നൊക്കെ ഉണ്ട്, വൈകിട്ട് ബാറിലാണെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും കമ്പനി കിട്ടിയാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പം, കേരളത്തിൽ കമ്പനി കിട്ടാനാണോ ബുദ്ധിമുട്ട്, എന്നും കമ്പനി കിട്ടും, അപ്പോഴും ഓർക്കണം അകത്തൊരു കരളുണ്ട് എന്ന്, അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മുറിച്ച് വെക്കാൻ ആളെ കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെന്നേ, എനിക്ക് അത്രയൊന്നും വെള്ളോടി ഇപ്പോൾ ഇല്ല, എല്ലാം ഞാൻ കുറച്ചുകൊണ്ട് വരുവാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെ, ഇത്ര രാവിലെ തനിക്ക് ആരായിരുന്നു വാതിൽ തുറന്നു തന്നത് എന്ന്. അന്നേരം പറയും, ഞാൻ വന്നപ്പം ഗേറ്റ് കുറ്റിയിട്ടേക്കുമായിരുന്നു, വിളിക്കാൻ തുടങ്ങിയത്തേയും അലീന വന്ന് വാതിൽ തുറന്നു എന്ന്, ഗേറ്റ് തുറന്നു എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കഴിവ് ആൾക്കുണ്ട്, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അവൾ നേരത്തെ അറിയും, അതിന് പറ്റിയ
പറ്റിയൊരു സിക്സ്ത് സെൻസ് അവൾക്കുണ്ട് എന്ന് പറയുമ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ അലീനയുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയുടെ പ്രശ്നം പെട്ടെന്ന് തീരും, തീരാത്തത് വൈജയന്തിയുടെ പ്രശ്നമാണ്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തട്ടിക്കളിക്കുന്നത്, തട്ടി നിൽക്കുന്നത് എന്ന് പറയുന്നു. അന്നേരം ഇങ്ങനെ ഒരു ചിരിയോട് കൂടി ഇരുന്നിട്ട് അങ്ങനെ പറയുവാണ്, ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്, എനിക്ക് ട്രാൻസ്ഫർ ആണ് എന്ന് പറയും. അന്നേരം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഒന്നും അല്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടിയ SA ആയിട്ട് ഇവിടുന്ന് കൊല്ലം അഞ്ചലിലേക്കാണ് ട്രാൻസ്ഫർ ആകുന്നത് എന്നോട് പറയുന്നതേക്കും, ആഹാ ഇങ്ങനെയൊരു നല്ല കാര്യം പറയാനാണോ താൻ രാവിലെ ഇങ്ങ് പോകുന്നത്, അത് കൊള്ളാലോ എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ തന്നെ അവിടെ പോയി എനിക്ക് ചാർജ് എടുക്കണം, അതുകൊണ്ട് രാവിലെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നത്. ഞാൻ പോയി കഴിഞ്ഞാലും സുനന്ദയുടെയും മക്കളുടെയും കാര്യം ഇടയ്ക്ക് ബാലേന്ദ്രൻ ഒന്ന് നോക്കിയേക്കണമെന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവിടെ ക്വാർട്ടേഴ്സ് കിട്ടിയില്ലേ, അങ്ങനെ കിട്ടുമെങ്കിൽ ഇവിടുന്ന് മക്കളെ അവളെയും കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോഴേക്കും അവരെ അവിടുത്തെ സ്കൂളിലും കോളേജിലും ഒക്കെ ചേർക്കാമല്ലോ. ഏതായാലും സുനന്ദ കൂടെ ഉള്ളതാണ് നല്ലത്, അല്ലാതെ താൻ തന്നെ അങ്ങ് ജീവിച്ചാൽ ശരിയാകുകയില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാം എന്നും പറയുന്നു. അപ്പോഴത്തേക്കും ചായയൊക്കെ ആയിട്ട് അലീന വരും. എന്നിട്ട് ചായ കൊടുത്തു കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഇയാൾ വന്നത് രാവിലെ ഒരു നല്ല കാര്യം പറയാനാണ്, ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടി SA ആയിട്ട്, അതുപോലെ ട്രാൻസ്ഫർ ഉണ്ട് കേട്ടോ കൊല്ലം അഞ്ചലിലേക്ക് എന്ന് പറയും. അന്നേരം ആഹാ ഏതായാലും കൺഗ്രാജുലേഷൻസ് സാർ എന്ന് പറയും അലീന. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഈ സാറ് വിളി അത്ര ശരിയാകില്ല കേട്ടോ, ഇവിടുത്തെ കുട്ടികളൊക്കെ എന്നെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയും, എങ്കിൽ ഞാനും അങ്ങനെ വിളിച്ചോളാം, പരിചയക്കുറവുകൊണ്ടാണ് എന്ന്. അലീന ആകപ്പാടെ ഒരു തവണയോ 2 തവണയോ കണ്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയും ഇവിടുത്തെ ജോലി മതിയാക്കി പോകുവാണ് എന്ന്. അന്നേരം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അങ്ങനെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, കുളത്തൂപ്പുഴയ്ക്ക്. എനിക്കും ട്രാൻസ്ഫറും പ്രൊമോഷനും ഒരുമിച്ചാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ആഹാ അവിടെയും അങ്ങനെയാണോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയും, ഉറപ്പായിട്ടും പ്യൂണിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏകദേശം ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ സ്ഥാനത്തേക്ക് പ്രൊമോഷൻ കിട്ടില്ല, ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന താഴേക്ക് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു കാര്യം പറയാനായിട്ട് താൻ രാവിലെ വന്നിട്ട് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ, ഞാനൊന്ന് ഗോവർദ്ധനെ വിളിക്കട്ടെ എന്ന് പറയുന്നു. ഈ സമയം താഴേക്ക് വരുന്ന അലീന നേരെ മുറ്റമടിക്കാനാണ് പോകുന്നത്. അന്നേരം രോഹിത് എഴുന്നേറ്റ് വരുന്ന ഇത് കാണും. അപ്പോൾ രോഹിത് എന്നിട്ട് നോക്കി, ഇത് എന്താ ചേച്ചി രാവിലെ പോകാൻ വേണ്ടി തുടങ്ങുമല്ലേ ഈ വീട്ടിൽ നിന്ന്, എന്നിട്ട് രാവിലെ മുറ്റമടിക്കുന്ന ചേച്ചിയാണോ, ഇവിടെ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ഞാനും ഒരു പെണ്ണല്ലേടാ, ഞാൻ അടിച്ചെന്നോർത്ത് എന്നാ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട ചേച്ചി അടിക്കണ്ട എന്ന് പറയുവാണ്. അന്നേരം അലീന, അതെന്താ രോഹിത് നീ അങ്ങനെ പറയുന്നത്, എൻ്റെ വീട് എൻ്റെ മുറ്റം അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും ഇന്നോടെ എനിക്ക് നഷ്ടപ്പെടുമല്ലേ എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട്, അതെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ, അല്ലാതെ വേറെ ആരും ചെയ്തതൊന്നുമല്ലല്ലോ, അതുകൊണ്ട് അതങ്ങ് അടിക്കുക, ഞാൻ അടിച്ചോളാം എന്ന് പറയുമ്പോൾ, വേണ്ട നീ ഇങ്ങ് മാറിക്കുക, ഞാൻ അടിക്കാമെന്ന് പറയും. എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രോഹിത് അകത്തേക്ക് പോകും. ഈ സമയം രാവിലെ തന്നെ ബബിതയും കൃഷ്ണമോളും എഴുന്നേറ്റിട്ടുണ്ട്. കൃഷ്ണമോള് അലീനയെ നോക്കി നടക്കുവാണ്, അടുക്കളയെ കണ്ടില്ല. അപ്പം എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ടെങ്കിൽ വരുമ്പോഴാണ് രോഹിത്തിനെ കാണുന്നത്. അന്നേരം രോഹിത് പറയും, ദേ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കുക, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, മുറ്റം അടിക്കണ്ടെന്ന് പറയാമെന്ന് പറയും. അന്നേരം ബബിത, ആഹാ രാവിലെ പോകാൻ റെഡിയാകാനുള്ളതിന് മുറ്റം അടിക്കുന്നത്, അതെന്നാ സുഖേടാ, അതൊന്ന് ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ബബിത അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട്, രാവിലെ ആരാ വന്നതെന്ന് കണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, അത് സുനന്ദ ആൻറ്റിയുടെ ഹസ്ബൻഡാണ്, അച്ഛൻ്റെ റൂമിലുണ്ട് എന്ന് പറയും. ഇനി ചേച്ചി പോകുന്നതുകൊണ്ട് അന്വേഷിക്കാൻ വല്ലതും വന്നതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ, അങ്ങേര് വേറൊരു ടൈപ്പല്ലേ, അതിനു വേണ്ടി വന്നതൊന്നും അല്ല എന്നും രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബബിത അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കും, ഇതെന്നാ ഈ രാവിലെ കാണിക്കുന്നതെന്ന്. അന്നേരം ഞാൻ മുറ്റമടിക്കുക, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പം, അതെ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി പോകാൻ നിൽക്കുമല്ലേ, അപ്പോൾ പോകാനുള്ള കാര്യങ്ങൾ നോക്ക്, വല്ല കുളിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി, ഇതൊക്കെ ഞങ്ങൾ ഇനി ചെയ്തോളാം എന്ന് പറയും. അന്നേരം ഇതെന്നെ അടിമോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇനിയിപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കുളത്തുപുഴയിൽ മുറ്റം അടിച്ചാൽ മതി എന്ന് പറയുവാണ്. അന്നേരം അലീന, അവിടെ മുറ്റം അടിക്കാൻ ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ എന്നതാണെന്ന് വെച്ചാൽ ചെയ്തോ, ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ് മുറ്റം അടിക്കുന്ന ചൂലും പിടിച്ച് മേടിക്കും. എന്നിട്ട് മുറ്റം അടിക്കുവാണ്. അലീനയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നെ അലീനയ്ക്ക് അറിയാമല്ലോ ഇഷ്ടം കൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞ് അലീന അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന രോഹിത്തിനോട് ചോദിക്കും, നീയാണോടാ ബബിതേനെ ഇളക്കി വിട്ടത് എന്ന്. അന്നേരം അതെ ഞാനാണ് ഇളക്കി വിട്ടത്, ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ ചേച്ചി കരുതിയത് എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ചെവിക്കിട്ട് ഞാൻ ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ചൊരു കിഴുക്കൊക്കെ കൊടുക്കുവേ. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുക. അന്നേരം കൃഷ്ണമോട് നോക്കി എവിടേക്ക് പോവുക എന്ന് ചോദിക്കുമ്പോൾ,
അതെന്താ എനിക്ക് ഇവിടുത്തെ അടുക്കളയിലും കയറാൻ മേലെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അലീന അങ്ങോട്ട് പോകുന്നത്. അന്നേരം രോഹിത് കൃഷ്ണമോളെ തള്ളി വിടുന്നുണ്ട്. കൃഷ്ണമോൾ പുറകെ അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലും. അത് കഴിഞ്ഞ് അലീന ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് ഞാനും ഭവതി ചേച്ചിയും കൂടെ ഉണ്ടാക്കിക്കോളാം, ചേച്ചി സഹായിക്കേണ്ട എന്ന് പറയും. അന്നേരം അതെന്താ മോളെ നീ എന്നെ ഒഴിവാക്കുവാണോ എന്ന് ചോദിക്കുമ്പം ആരെയാണ് ഒഴിവാക്കി പോകുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട, ഏതായാലും ഇന്ന് ഇവിടുന്ന് പോകുമല്ലേ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങ് പൊയ്ക്കോ, പോയി എന്തെങ്കിലും അടുക്കി വെക്കാനുണ്ടെങ്കിൽ അടുക്കി വെക്കുകയോ കുളിക്കുകയോ എന്തെങ്കിലും ചെയ്തു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ചേച്ചി നോക്കണ്ട എന്ന് പറയുവാണ്. വിഷമമൊക്കെ വരുന്നുണ്ട് അലീനയ്ക്ക്, ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ കൃഷ്ണമോൾ. അവർക്ക് സങ്കടം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഏതായാലും വിഷമത്തോടെയാണെങ്കിലും അലീന അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞു പോകുന്ന സുനന്ദയുടെ ഹസ്ബൻഡിനെ കാണിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് എനിക്കിങ്ങനെ ഒരു യാത്ര ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും വേണേൽ കൂടെ വരായിരുന്നു എന്ന്. അന്നേരം അത് വേണ്ട, ഏതായാലും ഗോവർദ്ധൻ എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ യാത്ര നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. ഇതെല്ലാം കഴിഞ്ഞ് അലീനയെ കാണിക്കുന്നുണ്ട്. അലീന റൂമിൽ വന്ന് മുഖമൊക്കെ കഴുകി കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നതെന്ന് തോന്നുന്നു, ഓരോ സാധനങ്ങൾ അടുക്കി വയ്ക്കുക. അന്നേരം അവിടെ ഒരു ബാഗ് തുറന്നിരിക്കുന്നുണ്ട്. അതിനകത്ത് നല്ലൊരു സാരിയും പിന്നെ കുറേ സ്വർണ്ണാഭരണങ്ങളും വളയും മാലയും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ബാഗിൻ്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം വിഷമിച്ച് നിൽക്കും അലീന. അത് കഴിഞ്ഞ് അവിടെ അത് വെച്ചിട്ട് വേറൊരു ബാഗ് എടുത്ത് വെച്ച് അതിൻ്റെ അതൊക്കെ എല്ലാം ഓരോന്ന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആ കബോർഡിൽ വെച്ചിട്ടുള്ള യേശുവിൻ്റെ രൂപം കുരിശും എല്ലാം എടുത്ത് വെക്കുന്നു. ലാസ്റ്റ് ബ്രിജിത്താമ്മയുടെ ഫോട്ടോയും കൂടി എടുക്കാൻ തുടങ്ങുവാണ്. അന്നേരം ബ്രിജിത്താമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന അലീനയെ കാണിക്കുന്നു. അലീന ഭവതിയോട് വന്ന് യാത്ര ചോദിക്കുമ്പം ഭവതി പറയുന്നുണ്ട് എന്നോട് ആരും യാത്ര ചോദിക്കാനൊന്നും വരണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അലീന വിഷമിച്ച് ഇറങ്ങി പോരുമ്പോഴും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടിയെ കയറിയിരുന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത് പോകുമ്പോഴും പുറത്തേക്ക് കൈയിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വിഷമിച്ചാണ് പോകുന്നത്. സങ്കടപ്പെട്ട് നോക്കി നിൽക്കുന്നുണ്ട് രോഹിത്തും കൃഷ്ണമോളും. അലീനയും ഭയങ്കര സങ്കടത്തിലാണ്. ഏതായാലും നാളത്തോടു കൂടി കടപ്പാട്ടൂരോട് വിട പറയുവാണ് അലീന. വിഷമത്തോടെ അലീന ഇറങ്ങുന്നു. ഭയങ്കര വിഷമമാണ് ബാലേന്ദ്രനും. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.